ശ്രീത് പണിക്കർ, അദ്ദേഹത്തിന് പറയാൻ ഹൈക്കോടതിയുടെ കഴിയും. നിഗമനങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പലതിലും ഹൈക്കോടതിക്ക് നേരിട്ട് വിവരം കിട്ടിയിട്ടുണ്ടാവും. കാരണം ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയിക്കാതെയാണ് രാഖി രാമാനം കഴിഞ്ഞ മാസം അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോയത്. പിന്നെ അദ്ദേഹത്തിന് അറിവ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഹൈക്കോടതിയെ ഈ വിവരങ്ങൾ അറിയിച്ചത്. ഇതാണല്ലോ ഈ കംപ്ലീറ്റ് എപ്പിസോഡ് വെളിയിൽ വരാൻ കാരണമായത്. ഇപ്പോൾ PS പ്രശാന്ത് മേനി നടിക്കുകയാണ് എന്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ചത് വെളിയിൽ വന്നതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അതറിയാതെ അല്ലല്ലോ ഈ പ്രശാന്ത് ഇങ്ങനെ സ്വയം മേനി നടിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ 2019 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധ്യമല്ല. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. ആസൂത്രിതമായിട്ട് തന്നെയാണ് അതവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിലെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനും പൊളിറ്റിക്കൽ ബാക്കിങ്ങും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ ലാർജ് സ്കെയിലിൽ ഒരു തട്ടിപ്പ് നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് മറ്റാരും കാണാതെ ഇത് ഇളക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറേയധികം ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഒന്നുകിൽ ഇതിൽ പങ്കാളിയായി, അതല്ലെങ്കിൽ മൗനം കൊണ്ട് ഇതിൽ പങ്കാളിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിതിലെ ഓരോ കാര്യവും ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എത്ര കൃത്യമാണ് എന്ന് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് കോടതിയുടെ അനുമതി വേണം. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരിക്കണം. അതല്ലാതെ അവിടെ നിന്ന് ഒരു അസറ്റ് പോലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അസറ്റുകൾ ഒന്നും തന്നെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കോടതിയെ അറിയിച്ച് അനുമതി മേടിച്ചതിന് ശേഷം വേണം കൊണ്ടുപോകാൻ. അങ്ങനെ കോടതിയോട് ചോദിക്കാനോ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാനോ അനുമതി വാങ്ങാനോ തയ്യാറാകേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അത് പ്രശാന്തിൻ്റെ കാലത്തും ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ മാസം പ്രശാന്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ സാധനത്തിനെ എടുത്തിട്ട് വീണ്ടും അവിടെ കൊണ്ടുപോകുന്നത്. ആ സമയത്തും ചോദിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ ചെറിയൊരു വീഴ്ച വന്നു, ഇവരോട് ചോദിച്ചില്ല എന്ന്. അത് ചെറിയ വീഴ്ചയല്ല, അതാണ് ഏറ്റവും വലിയ വീഴ്ച. കാരണം കോടതിയുടെ അനുമതിയോടെ അല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ ദേവസ്വം ബോർഡ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ്. ഇത് പ്രശാന്തിൻ്റെ കാലത്ത് മാത്രമല്ല, മുമ്പും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ദേവസ്വം ബോർഡാണ് ഒന്നാമത്തെ പ്രതി. 2, 1.5 കിലോ സ്വർണമാണ് ഈ ദ്വാരപാലക വിഗ്രഹം പൊതിയാനായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് ഔദ്യോഗിക രേഖയുണ്ട്. ആ രേഖ കോടതി പരിശോധിക്കുന്നുണ്ട്. കോടതി ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്ന് അത് അളന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം പിന്നീട് ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് വീണ്ടും ഒരു രേഖ തയ്യാറാക്കണമെങ്കിൽ അതൊരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യമല്ല. കാരണം അത് കാണുന്ന മറ്റുള്ള ആൾക്കാരുണ്ട്. ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് കണ്ണുകളാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ചെമ്പല്ല, സ്വർണമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. എന്നിട്ട് പോലും അത് ചെമ്പുപാളികളാണ് എന്ന് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതിന് പിന്നിൽ ദേവസ്വം ബോർഡ് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ ദ്വാരപാലകർക്ക് പൊതിഞ്ഞതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന സ്വർണം കൊണ്ട് ഏതോ ചാരിറ്റി കല്യാണം നടത്താമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൊട്ടുക്ക് ഈ ഭഗവാന്റെ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് കല്യാണം നടത്തുന്ന ധർമ്മസ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു പറഞ്ഞൊരു വിശദീകരണം, ഇത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണമല്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ല സ്വർണം പൂശിയത്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം പൂശിയത്. അപ്പോൾ ആ സ്വർണം പോറ്റിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. കാരണം പോറ്റിയുടെ സ്വർണ്ണമാണ്, ബാക്കി വന്നു, അതെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ എന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പോറ്റിയുടെ സ്വർണ്ണമാണെങ്കിൽ പോറ്റി എന്തിനായി എൻ വാസുവിനോട് ചോദിക്കുന്നത് എന്തിനാ ചെയ്യേണ്ടത്? ഞാനിപ്പോ എല്ലാ ദിവസവും രാവിലെ എൻ്റെ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിളിച്ചിട്ട് ഞാൻ പ്രശാന്തിനോട് ചോദിക്കുന്നില്ല. ഞാൻ അവിടെ എൻ വാസുവിനോട് ചോദിക്കുന്നില്ല. വാസുവിൻ്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ ഈ പോറ്റി. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ ഈ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അഡ്വൈസ് ഒന്നും ചോദിക്കേണ്ടുന്ന കാര്യമില്ല. അത് ഫോർമലായിട്ട് ഒരു മെയിൽ അയച്ചിട്ട് ചോദിക്കേണ്ടുന്ന ഒരാവശ്യമില്ല. അതിന് മറുപടി കൊടുക്കുന്നു, അതിലേക്ക് തീരുമാനമെടുക്കാൻ പറയുന്നു. അത് മറ്റൊരു സംശയം കൂടിയുണ്ട് ശ്രീത് പണിക്കർ. ഇങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് മെയിൽ അയക്കുന്നു, ഈ ബാക്കി സ്വർണം എന്താണ് ചെയ്യേണ്ടതെന്ന്. എൻ വാസു ഇപ്പോൾ പറയുന്നു അന്ന് ഇതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ബന്ധമൊന്നുമില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ മനസ്സറിഞ്ഞ് നൽകുന്നതാണല്ലോ, സ്വർണം പൂശി നൽകുന്നതാണ്. പിന്നെ ആ ഭക്തന് ഈ നടക്കി വെച്ചതാണല്ലോ. അങ്ങനെ വരുമ്പോൾ അതിൽ പിന്നെ ഈ ഭക്തന് എന്ത് അവകാശമാണുള്ളത്? അത് ശബരിമല അയ്യപ്പന്റെ സ്വത്തായില്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്ത്. അങ്ങനെ വരുമ്പോൾ പിന്നെ 2025 ഇതേ ആൾ ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത് എന്തിനാണ്? ആ ചോദ്യവും ഉണ്ടല്ലോ.
ഒരു അവകാശവും ഒരാളൊരു വസ്തു ഒരു വഴിപാടായിട്ട് ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൽ ഒരു അവകാശവുമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടേക്ക് അയാളുടെ പൊസിഷനെ ഒരു ലോഞ്ചിവിറ്റി ഒന്നും തന്നെ അയാൾക്ക് അവകാശപ്പെടാനായിട്ട് കഴിയുകയില്ല. ഇങ്ങനെ ഒരു മെയിൽ വരുന്ന സമയത്ത് എൻ വാസു ചെയ്യേണ്ടിയിരുന്നത് മര്യാദയ്ക്ക് ബാക്കിയുള്ള സാധനം ഇവിടെ കൊണ്ടുപോടാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു റിപ്ലൈ അങ്ങോട്ട് അയക്കുകയായിരുന്നു വേണ്ടത്. അതിനു പകരം അതിലെന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നത് ആരെയാണ്? ദേവസ്വം സെക്രട്ടറിയാണ്. പിന്നീട് മറ്റുള്ള പല കമ്മ്യൂണിക്കേഷനുകളും അതിൽ നടക്കുകയാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ ഇവരൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. ബാക്കി കുറച്ച് സ്വർണം വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്വർണം ദേവസ്വം ബോർഡിന്റെ കൂടെ താല്പര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതോ ധർമ്മകല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാമോ എന്നിവരൊക്കെ തന്നെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. അതിനെക്കുറിച്ച് ഇവർ ആരായുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വർണമാണ് എങ്കിൽ അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് എന്തിനാണ് അന്വേഷിക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ഇത് സെക്രട്ടറിക്ക് കൊടുക്കുന്നത്? സെക്രട്ടറി എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴവിടെയും തെറ്റുകാരാണ്. ഞാൻ പറയുന്നത്, ആ വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും ദേവസ്വം ബോർഡാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകാരൻ. ഇനി ഈ സ്വർണം പതിച്ച പീഠങ്ങളിലൊന്ന് നൈസായിട്ട് ഈ പോറ്റി അങ്ങ് അടിച്ചോണ്ട് പോയല്ലോ. എന്നിട്ട് അത് കണ്ടെത്തിയ എവിടുന്നാണ്? അയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ അസറ്റ് രജിസ്റ്ററിൽ ഉള്ള ഒരു സാധനം അവിടെ നിന്ന് ആരും അറിയാതെ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എതിലൂടെ കയറി വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരികെ അവിടെ കൊണ്ടുവരാതെ അയാളുടെ വീട്ടിലെ സ്ട്രോങ് റൂമിലാണ് കൊണ്ടുവെക്കുന്നത് എങ്കിൽ അതിൽ ഉത്തരവാദിത്തം ആർക്കാണ്? ദേവസ്വം ബോർഡിനാണ്. എന്ന് പറഞ്ഞാൽ അവിടെയും ദേവസ്വം ബോർഡ് അവരുടെ കാര്യം ചെയ്തിട്ടില്ല. ഇനി ഏറ്റവും പ്രധാനം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റൊരു കത്ത് അയച്ചിട്ടുണ്ടല്ലോ. ആ കത്തും കോടതി പരിഗണിച്ചല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തേതിന് സമാനമായിട്ടുള്ള പഴയ സ്വർണ്ണപ്പാളികളുള്ള സ്ട്രോങ് റൂമിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികളുണ്ട്, അതെടുത്തു കൊടുക്കണം, കാരണം അപ്പൊ നമുക്ക് കോസ്റ്റ് ലാഭിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആവശ്യപ്പെടുന്നു. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഇയാളെ അപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എക്സാക്ട്ലി. പിന്നെ 2019-ലും 2025-ലുമുള്ള സ്വർണ്ണപ്പാളികൾ തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് കോടതിക്ക് വരെ മനസ്സിലായിട്ടും ആ കാര്യത്തിനെ കുറിച്ച് നിരന്തരം അവിടെ ഇടപെടുന്ന ദേവസ്വത്തിന്റെ ഒഫീഷ്യൽസിനെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ് ഇതൊന്നുമല്ല. 2019-ൽ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കുന്നു. ഇളക്കിയതിനു ശേഷം മഹസറിൽ ഇതിന്റെ വെയിറ്റ് രേഖപ്പെടുത്തുന്നു 42 കിലോ. 39 ദിവസം കഴിഞ്ഞിട്ട് അത് ചെന്നൈയിലെത്തുന്ന സമയത്ത് അവിടെ ദേവസ്വത്തിന്റെ ആളിന്റെ സാന്നിധ്യത്തിൽ അതിന് മെഷർ ചെയ്യുന്ന സമയത്ത് 38 കിലോ. ആ 4 കിലോയുടെ വ്യത്യാസം അന്വേഷിക്കുന്നില്ല. പണി കഴിഞ്ഞതിന് ശേഷം സ്മാർട്ട് ക്രിയേഷൻസ് അത് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 400 ഗ്രാം അഡീഷണൽ അതിലുണ്ട്. അപ്പോഴും ഏതാണ്ട് 38.5 കിലോ. അതിനുശേഷം തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവന്ന് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മഹസറില്ല, അതിൽ അളവെടുക്കുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കൊടുത്തുവിട്ടത് 42 കിലോയും തിരിച്ചു കിട്ടിയത് 38.5 കിലോയുമാണ്. ഒരു 4 കിലോയുടെ വ്യത്യാസമുണ്ട് എന്ന് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളം അപ്പം തന്നെ പൊളിയും. പിന്നീട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഓഡിറ്റിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ കമ്മീഷണർ ആര് നോക്കിക്കഴിഞ്ഞാലും ആ കള്ളം അവിടെ പൊളിയും. അങ്ങനെ കള്ളി വെളിച്ചത്താകരുത് എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയതിനു ശേഷമാണ് ആ മഹസറിൽ പോലും ഈ വെയിറ്റ് എഴുതാതിരുന്നത്. അവിടെയും തെറ്റുകാരാണ്. ഞാൻ പറഞ്ഞത് വ്യക്തികളെ മാറ്റി നിർത്തിക്കോളൂ. ദേവസ്വം ബോർഡാണ്. എല്ലായിടത്തും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതും TDB എന്ന് തന്നെയാണ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മൾ ഈ സ്വർണ്ണ പാളികളാണ്. ഈ പന്തളത്ത് കൊട്ടാരത്തിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ. അതിലെ ശരപ്പൊളിമാല, ശംഖ്, പല കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ അയ്യപ്പന്റെ തിരുവാഭരണം കിട്ടിയാൽ കൊള്ളാമെന്ന് ദേവസ്വം ബോർഡിന് എത്രയോ കാലം മുതലുള്ള ആഗ്രഹമാണ്. അത് പന്തളത്ത് കൊട്ടാരത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും ആ സാധനം അതേപടി അവിടെ ഇരിക്കുന്നു. ഇവന്മാരുടെ കയ്യിലെങ്ങാനുമായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അത് ആലിബാബയും 41 കള്ളന്മാരും പോലെ എന്നോ എവിടെയോ കൊണ്ടുപോയി ഇവന്മാരത് മുടിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്റെ വസ്തുത. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പറഞ്ഞ കാര്യമുണ്ടല്ലോ.